ലോട്ടറിക്ക് 40% GST നിരക്ക് ഏർപ്പെടുത്താനായി സാധാരണ ലോട്ടറിയുടെ സമ്മാനങ്ങളുടെ എണ്ണവും ഏജന്റ് കമ്മീഷനുകളും കുറച്ചു. ആകെ സമ്മാനങ്ങളിൽ 6500-ഓളമാണ് കുറച്ചത്. 1 കോടി രൂപയിലധികം സമ്മാനത്തുകയിലും കുറവുണ്ട്. ടിക്കറ്റ് വില മാറ്റമില്ലാതെ തുടരും. 24 എക്സ്ക്ലൂസീവ്. തിങ്കളാഴ്ച മുതൽ പുതിയ GST നിരക്കുകൾ നിലവിൽ വരും. 28% ലോട്ടറിയുടെ GST 40%ആയിട്ടാണ് ഉയരുന്നത്. ടിക്കറ്റ് വില ഉയർത്താതെ GST നിരക്ക് വർധന നടപ്പാക്കാൻ വേണ്ടിയാണ് സമ്മാനങ്ങളുടെ എണ്ണവും കമ്മീഷനും സർക്കാർ കുറച്ചത്. ഉദാഹരണത്തിന് എല്ലാ വെള്ളിയാഴ്ചകളിലും നറുക്കെടുക്കുന്ന സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് വില 50 രൂപ തന്നെ. ഉയർന്ന സമ്മാനങ്ങളിലും മാറ്റമില്ല. പക്ഷേ 5000 രൂപയുടെയും 1000 രൂപയുടെയും സമ്മാനങ്ങളുടെ എണ്ണം കുറച്ചു. മുൻപ് സുവർണ കേരളം ടിക്കറ്റിൽ 21,600 പേർക്ക് 5000 രൂപയും 32,400 പേർക്ക് 1000 രൂപ വീതവും സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. ഇത് കുറച്ചു. 5000 രൂപയുടെ സമ്മാനങ്ങൾ 20,520 1000 രൂപയുടെ സമ്മാനങ്ങൾ 27,000 കുറച്ചു. ആകെ സുവർണ കേരളം ടിക്കറ്റിൽ മാത്രം 6,480 ഭാഗ്യശാലികളുടെ കുറവുണ്ടാകും. സമ്മാന തുക കണക്കാക്കിയാൽ 1,08,00,000 രൂപയുടെ കുറവ് വരും. ടിക്കറ്റ് വിൽപ്പന നടത്തുമ്പോഴും വിറ്റ ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിച്ചാലും ഏജന്റിന് കമ്മീഷൻ ലഭിക്കും. ആ കമ്മീഷനിലും കുറവ് വരുത്തി. സമ്മാനങ്ങൾക്കുള്ള പ്രൈസ് കമ്മീഷൻ 12% നിന്ന് 9% കുറച്ചു. 75 പൈസയാണ് ഒരു ടിക്കറ്റ് വിൽക്കുന്നയാൾക്ക് കമ്മീഷനിൽ കുറയുക. ഈ പ്രൈസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒന്നാം സമ്മാനം ഉൾപ്പെടെയുള്ള വലിയ സമ്മാനങ്ങൾക്ക് ആ സമ്മാനാർഹരിൽ നിന്നാണ് ആ പൈസ പിടിക്കുന്നത്. എന്നിട്ട് പോലും അതിലും വരെ കുറവ് വരുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു. ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ പ്രതീക്ഷയ്ക്ക് മേൽ 50 രൂപ മുടക്കി ലോട്ടറി എടുക്കുന്ന ഒരാളുടെ പ്രതീക്ഷയ്ക്ക് മേൽ വളരെ വലിയ നഷ്ടമാണ് സർക്കാരിന്റെ ഈ നടപടിയിലൂടെ വന്നിട്ടുള്ളത്. 22-ാം തീയതി മുതൽ പുതിയ GST നിരക്ക് നിലവിൽ വരുമെങ്കിലും ടിക്കറ്റുകളിൽ ഇത് പ്രതിഫലിക്കുക 26-ാം തീയതി മുതലാണ്. ഓണം ബമ്പർ ടിക്കറ്റിന് പുതുക്കിയ GST നിരക്ക് ബാധകമാകില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.